ഭീകരവാദത്തിന്റെ ആഗോള പ്രഭവ കേന്ദ്രമായി മാറിയ പാകിസ്ഥാന്റെ നെഞ്ചിലേക്ക് ഇന്ത്യ വീണ്ടും ഒരു കനത്ത പ്രഹരം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയോട് ഇന്ത്യക്ക് ഇനി സീറോ ടോളറൻസ് മാത്രമായിരിക്കും എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനം വെറും വാക്കല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ന്യൂഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ കുപ്രസിദ്ധ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഇന്ത്യൻ മണ്ണിൽ ചോര ഒഴുക്കാൻ പദ്ധതിയിട്ട 23 ക്രൂരരായ വ്യക്തികളെ ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി തീവ്രവാദികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രത്യേക ഗസറ്റ് വിജ്ഞാപനമനുസരിച്ച് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ആന്റി ടെറർ നിയമമായ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമാണ് ഈ 23 പേരെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. UPA നിയമത്തിന്റെ 4-ാം ഷെഡ്യൂളിൽ ഇവരുടെ പേരുകൾ ചേർത്തതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇവരെ വേട്ടയാടാനും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായി മരവിപ്പിക്കാനുമുള്ള വഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യ. ആരാണ് ഈ 23 പേർ? എന്താണ് ഇവർ ഇന്ത്യൻ മണ്ണിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് മസൂദ് ഇല്യാസ് കശ്മീരിയുടേതാണ്. കുപ്രസിദ്ധ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറായ ഇയാൾ കശ്മീരിലെയും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെയും നിഷ്കളങ്കരായ യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് തോക്കെടുപ്പിക്കാൻ മുന്നിൽ നിന്നയാളാണ്. ഭാരതാംബയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ യുവാക്കൾക്ക് പരിശീലനം നൽകിയ ഇതേ മസൂദ് ഇല്യാസ് തന്നെയാണ് ജമ്മുവിലെ സുർജാനിൽ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ. ഇവിടെ തീരുന്നില്ല. മുഹമ്മദ് മുസാദിഖ്, മുഫ്തി മുഹമ്മദ് അസ്കർ ഖാൻ, ഹാഫിസ് അബ്ദുൾ ഷക്കൂർ, അബ്ദുള്ള ജിഹാദി, ഫിർദൌസ് അഹമ്മദ് ഭട്ട്, ഗുലാം ഫരീദ് തുടങ്ങിയ കൊടും കുറ്റവാളികളാണ് ഈ പട്ടികയിലുള്ള മറ്റ് പ്രധാനികൾ. ജമ്മു കാശ്മീരിലേക്ക് പാകിസ്ഥാൻ മണ്ണിൽ നിന്നും ഭീകരരെ നുഴഞ്ഞുകയറ്റാൻ ജെയ്ഷെ മുഹമ്മദ് നടത്തുന്ന ഗൂഢശ്രമങ്ങളുടെ മസ്തിഷ്കമാണ് ഈ പറയുന്ന മുഹമ്മദ് മുസാദിഖ്. ജമ്മുവിലെ നഗ്രോട്ടയിലുള്ള ഇന്ത്യൻ ആർമി ക്യാമ്പ് ആക്രമിച്ച് നമ്മുടെ ധീരരായ സൈനികരെ രക്തസാക്ഷികളാക്കിയ നരാധമനാണ് മുഫ്തി അഹമ്മദ് അസ്കർ ഖാൻ. ലഷ്കർ ഇ തൊയ്ബയുടെ ലോഞ്ചിങ് കമാൻഡറായി പരസ്യമായി പ്രവർത്തിക്കുന്ന ഫിർദൌസ് അഹമ്മദ് ഭട്ടാകട്ടെ പാകിസ്ഥാനിൽ നിന്നും കശ്മീരിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ്. ഈ 23 പേരും ഇന്ന് പാകിസ്ഥാന്റെ തണലിൽ സുരക്ഷിതരായി ഇരുന്ന ഇന്ത്യയെ തകർക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഇരട്ടത്താപ്പും വൃത്തികെട്ട രാഷ്ട്രീയവും ചർച്ച ചെയ്യേണ്ടത്. ഒരു വശത്ത് തങ്ങൾ സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി എന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കടം കിട്ടാൻ ഭിക്ഷാപാത്രവുമായി നടക്കുകയാണെന്നും പാകിസ്ഥാൻ വിലപിക്കുന്നു. എന്നാൽ മറുവശത്ത് സ്വന്തം ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമോ ഭക്ഷണമോ നൽകാൻ പണമില്ലാത്ത ഈ രാജ്യം ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം, അതായത് പ്രോക്സി വാർ നടത്താൻ കോടികളാണ് ഭീകരർക്ക് വിതരണം ചെയ്യുന്നത്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരവാദ ഫാക്ടറികൾക്ക് യാതൊരു പൂട്ടും വീണിരുന്നില്ല. ഹാഫിസ് സയീദിനെയും മസൂദ് അസ്ഹറിനെയും പോലെയുള്ള അന്താരാഷ്ട്ര ഭീകരർക്ക് VVIP പരിഗണന നൽകി സംരക്ഷിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. തങ്ങൾ ഭീകരർക്ക് ഇരകളാണ് എന്ന് അന്താരാഷ്ട്ര വേദികളിൽ പോയി കരയുന്ന പാക് ഭരണാധികാരികളുടെ കപട മുഖമാണ് ഇന്ത്യ ഇപ്പോൾ വീണ്ടും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. സ്വന്തം മണ്ണിൽ വളരുന്ന വിഷപ്പാമ്പുകളെ അയൽ രാജ്യങ്ങളെ കടിപ്പിക്കാൻ വിട്ടാൽ ഒരു ദിവസം അത് സ്വന്തം ചോര കുടിക്കുമെന്ന ലളിതമായ സത്യം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഭീകരതയെ ഒരു സയനൈഡ് ഗുളിക പോലെയാണ് പാകിസ്ഥാൻ കൊണ്ടു നടക്കുന്നത്. അത് ഇന്ത്യയെ നശിപ്പിക്കുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അത് പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കടുത്ത നടപടികൾക്കിടയിലും അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകൾക്കും മുൻകാല കരാറുകളും കൃത്യമായി പാലിക്കുന്ന ഒരു മാന്യമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകം ഒരിക്കൽ കൂടി കണ്ടു. ഈ ഭീകര വിജ്ഞാപനം പുറത്തുവരുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കസ്റ്റഡിയിലുള്ള സിവിൽ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക കൈമാറിയത്. 2028 കോൺസുലാർ ആക്സസ് കരാറിന് അനുസൃതമായാണ് ഈ നടപടി. ഈ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളും വർഷത്തിൽ 2 തവണ, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 1-നും ജൂലൈ 1-നും തങ്ങളുടെ കസ്റ്റഡിയിലുള്ള തടവുകാരുടെ വിവരങ്ങൾ ന്യൂഡൽഹിയിലും ഇസ്ലാമാബാദിലും വെച്ച് പരസ്പരം കൈമാറണം. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇന്ത്യ തങ്ങളുടെ കസ്റ്റഡിയിലുള്ള 386 സിവിൽ തടവുകാരുടെയും 53 മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക പാകിസ്ഥാന് നൽകി.
ഇവർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് കരുതപ്പെടുന്നവരാണ്. അതേസമയം പാകിസ്ഥാൻ അവരുടെ കസ്റ്റഡിയിലുള്ള 52 സിവിൽ തടവുകാരുടെയും 198 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെയും പട്ടികയാണ് ഇന്ത്യക്ക് കൈമാറിയത്. നോക്കൂ, തടവുകാരുടെ കൈമാറ്റവും നയതന്ത്ര ചർച്ചകളും ഒരു വശത്ത് നടക്കുമ്പോഴും ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര സർക്കാരും നൽകുന്നത്. പാകിസ്ഥാന്റെ ജയിലുകളിൽ കിടക്കുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനായി ഇന്ത്യ നിരന്തരം സമ്മർദ്ദം ചെലുത്തുമ്പോൾ തന്നെ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന പാക് ഭീകരരെ അവരുടെ മണ്ണിൽ തിരഞ്ഞു പിടിച്ചു വേട്ടയാടാൻ ഇന്ത്യ മടിക്കില്ല. പാകിസ്ഥാൻ ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടു നിൽക്കുകയാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ അതായത് IMFന്റെ വായ്പയ്ക്ക് വേണ്ടി യാചിക്കുമ്പോഴും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അവർ മാറ്റിയിട്ടില്ല. എന്നാൽ പുതിയ ഇന്ത്യ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കുന്ന ചരിത്രമില്ല. ഉറി ആക്രമണത്തിന് ശേഷം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിലൂടെയും പുൽവാമയ്ക്ക് ശേഷം നടത്തിയ ബാലാകോട്ട് വ്യോമാക്രമണത്തിലൂടെയും പഹൽഗാം ആക്രമണത്തിന് ശേഷം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിലൂടെയും ഇന്ത്യ പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പ് വ്യക്തമായിരുന്നു. നിങ്ങൾ ഭീകരരെ ഇങ്ങോട്ടയച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കയറി അവരെ ഇല്ലാതാക്കും. ഇപ്പോൾ 23 ഭീകരരെ വ്യക്തിപരമായി തീവ്രവാദികളായി പ്രഖ്യാപിച്ചതിലൂടെ ഇന്ത്യ മറ്റൊരു വലിയ നീക്കത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇതോടെ ഈ ഭീകരർക്ക് അന്താരാഷ്ട്ര യാത്രകൾ നടത്തുന്നതിനോ വിദേശ ബാങ്കുകളിൽ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനോ സാധിക്കില്ല. ലോകത്തെവിടെയും വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഇന്റർപോളിന്റെ സഹായം തേടാൻ ഇന്ത്യക്ക് കഴിയും. പാകിസ്ഥാൻ ഭരണാധികാരികളോട് ഇന്ത്യക്ക് ഒന്നേ പറയാനുള്ളൂ: ഭീകരതയുടെ ഈ പാത നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭൂപടത്തിൽ നിന്നും പാകിസ്ഥാൻ എന്ന പേര് തന്നെ വിസ്മൃതിയിലാകുന്ന കാലം വിദൂരമല്ല. കാരണം ഭാരതം ഇന്ന് ഉണർന്നു കഴിഞ്ഞു. അതിന്റെ സുരക്ഷ കാക്കാൻ ഏതറ്റം വരെ പോകാനും ഈ രാജ്യത്തിന് മടിയില്ല.